നമസ്കാരം, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ബസന്ത് മേരെ ഗാവ് കാ എന്ന പാഠഭാഗം, 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ ബസന്ത് മേരെ ഗാവ് കാ എന്ന പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പാഠം 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ദിശാഹീൻ ദിശ എന്ന മോഹൻ രാഗേഷ് എഴുതിയ യാത്രാവൃത്ത്. ഇനി എന്താ യാത്രാവൃത്ത്? യാത്രാവിവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി മോഹൻ രാഗേഷ് ആരാണെന്ന് പറയാം. നമ്മുടെ ടെക്സ്റ്റിലെ തന്നെ പേജ് നമ്പർ 80 അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോഹൻ രാഗേഷ് ഹിന്ദി സാഹിത്യത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന, അതായത് അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ പുതിയ ഒരു രീതിക്ക് പ്രാധാന്യം കൊടുത്ത് എഴുതിയ ആളാണ് അദ്ദേഹം. അപ്പോൾ എന്നും ഒരേപോലെ എഴുതുന്ന സാഹിത്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു രീതി സ്വീകരിച്ച് എഴുതിയ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ തന്നെ നോവലുകൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ എന്നുള്ളത്. അപ്പോൾ അത്രയും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് മോഹൻ രാഗേഷ്. അദ്ദേഹത്തിന് 1968 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം നമുക്ക് പഠിക്കാൻ പോകുന്ന ദിശാഹീൻ ദിശ എന്ന യാത്രാവിവരണം ഉൾപ്പെടുത്തുന്ന ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. घर में चलते समय यात्रा की कोई बनी हुई रूपरेखा नहीं थी. घर में चलते समय, വീട്ടിൽ നടക്കുന്ന സമയത്ത്, ഞാൻ വീട്ടിലുള്ള സമയത്ത്, മൻമേ യാത്രയ്ക്ക് കോയി ബനി ഹുയി രൂപരേഖ. രൂപരേഖ എന്നാൽ പ്ലാനിങ് നടത്തും, തയ്യാറെടുപ്പ് എന്നൊക്കെ പറയാം. എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ പ്രത്യേകിച്ചൊരു യാത്രയെക്കുറിച്ച് ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളാണ്, പക്ഷേ യാത്ര ചെയ്യണമെങ്കിൽ പ്ലാനിങ് ഒന്നുമില്ല. ബസ് ഏക് അസ്ഥിരത ഹി ഥി ജോ മുझे अंदर से धकेले रही थी. ബസ് ഏക് അസ്ഥിരത ഹി ഥി. അസ്ഥിരത പറഞ്ഞാൽ സ്ഥിരമല്ലാത്തത്, എന്തോ ഒരു സ്ഥിരമല്ലാത്ത ഒരു പ്രശ്നം, ഒരു മാനസിക സമ്മർദ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്തർ സേ, എൻ്റെ ഉള്ളിൽ നിന്നും, ധക്കേലേ ഹി രഹേ, എന്നിങ്ങനെ തള്ളിക്കൊണ്ടൊരു സമ്മർദ്ദം എനിക്ക് ഉണ്ടായിക്കൊണ്ട്, മാനസികമായ സമ്മർദ്ദം, പക്ഷെ സ്ഥിരമല്ലാതെ എന്ന് പറയണു. समुद्र तट के प्रति मन में एक ऐसा आकर्षण था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. സമുദ്ര തട്ട് പ്രതി, സമുദ്രതട്ട് സമുദ്രതീരം, സമുദ്രതീരങ്ങളോട് എൻ്റെ മനസ്സിലെ ഏസാ ആകർഷൺ ഥ, അതായത് ഒരു പ്രത്യേക താല്പര്യം, ഒരു ആകർഷണം എനിക്ക് സമുദ്രതീരങ്ങളോടാണ്, ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. മേരി യാത്രാക്കി കൽപ്പന സമുദ്ര കാ വിസ്താർ അനായാസ് ഹി ആജാത്ത ഥ. എൻ്റെ എല്ലാ കൽപ്പനകളും സ്വപ്നങ്ങളിലും ഞാൻ ചിന്തിക്കുമ്പോൾ, എപ്പോഴും ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്നത് സമുദ്രിക വിസ്താർ, ആ സമുദ്രത്തിൻ്റെ വിശാലതയാണ്, വലിയ സമുദ്രതീരങ്ങളെയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുത് ബാർ സോച്ചാ ഥാ കി കഭി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത് ഏക് ലംബി യാത്ര കരൂംഗാ, परंतु यात्रा के लिए समय और साधन साथ साथ मेरे पास कभी नहीं रहते थे. बहुत बार सोचा था, കുറേ പ്രാവശ്യം ഞാൻ ചിന്തിച്ചിരുന്നു. കഭി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത്, സമുദ്ര തീരത്തിനോടൊപ്പം തന്നെ ഏക് ലംബി യാത്ര കരൂങ്ക, അതായത് സമുദ്രതീരത്തിലൂടെ വലിയൊരു യാത്ര, അതായത് കുറേ ദിവസങ്ങൾ നീളുന്ന ഒരു യാത്ര ചെയ്താലോ എന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. परंतु പക്ഷേ യാത്രാ കേ ലിയേ സമയ് ഓർ സാധൻ സാമഗ്രികൾ, പക്ഷേ ആഗ്രഹമുണ്ട് എങ്കിലും ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സമയമോ സാമഗ്രികളോ, പൈസയായിട്ടോ എന്തു വേണമെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള സാമഗ്രികളോ സാത്ത് സാത്ത് മേരെ പാസ് കഭി നഹി ഹോത്ത, രണ്ടും ഒരുമിച്ച് ഒരേ സമയം ഉണ്ടാകുന്ന സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമയവും ഇല്ല, അതിനു വേണ്ടുന്ന സാമഗ്രികളും ഇല്ല എന്ന് പറയാണ്. ഉൻ ദിനോം നൗകരി ചോട് ദീ ഥി और पास में कुछ पैसे भी थे. ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ ഒരു ദിവസം
ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നൗക്കരി ചോടുതി, എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിക്കുക, നൗക്കരി ജോലി ഉപേക്ഷിച്ച സമയമായിരുന്നു. അപ്പോൾ പാസ് മേ കുച്ച് പൈസേ ബി ദേ, കുറച്ച് പൈസയും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇസ്ലിയെ മേനെ തുരന്ത് ചൽ ദേനേക്കാ നിശ്ചയ് കർ ലിയ. നിശ്ചയ് കർ തീരുമാനിക്കുക, തുരന്ത് പെട്ടെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യാത്ര പുറപ്പെടാം. അപ്പോൾ പൈസയായി, ഇപ്പം സമയമുണ്ടല്ലോ, ജോലിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് യാത്ര പുറപ്പെടാമെന്ന് ഞാൻ തീരുമാനിച്ചു. പെഹലെ സോച്ചാക്കി सीधे कन्याकुमारी चला जाओ और वहां से रेल, मोटर या नाव जहां जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बम्बई तक की यात्रा करूं. पहले सोचा, ആദ്യം ഞാൻ ചിന്തിച്ചു, സീധേ കന്യാകുമാരി ചലാ ജാവൂ, ഇവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകാം. വഹാസെ ഇനി, എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്നും റെയിൽ, ട്രെയിൻ, മോട്ടോർ, ഏതെങ്കിലും മോട്ടോർ വാഹനങ്ങൾ, കാറോ ബസ്സോ എന്തെങ്കിലും ആവട്ടെ, നാവ് അല്ലെങ്കിൽ വഞ്ചി, ജഹാൻ ജോമിലെ അവിടെ നിന്നും എന്താണോ ലഭിക്കുന്നത്, ഉസ്മേ പശ്ചിമി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത്, പശ്ചിമ സമുദ്ര തീരത്തിനോടൊപ്പം തന്നെ, അതിലൂടെ ആ സമുദ്രതീരത്തിലൂടെ ഗോവ യാ ബംബൈ, ബംബൈ മീൻസ് മുംബൈ എന്നർത്ഥം, അതിനോടൊപ്പം തന്നെ ഗോവയിലേക്കോ മുംബൈയിലേക്കോ യാത്ര ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. രാസ്തേ മേ ജഹാ മൻ ഹുവ വഹീം കുച്ച് ദിൻ രഹ് ജാവുങ്ക. പിന്നെ തീരുമാനിച്ചു, ജഹാ മൻ ഹുവ, പോകുന്ന വഴിയിൽ എനിക്ക് എവിടെയാണോ നിൽക്കാൻ ആഗ്രഹം, താല്പര്യം തോന്നിയത് എന്നുണ്ടെങ്കിൽ വഹാം കുച്ച് ഹി ദിൻ രഹ് ജാവുങ്ക, കുറച്ച് ദിവസം ഞാൻ അവിടെ താമസിക്കും. ഷിംല മേ ഹമാരെ സ്കൂൾ മേ കൈ ലോഗ് ദക്ഷിൺ ഭാരത് കെ ഥേ. ഷിംലയിലെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ കൈ ലോഗ് ദക്ഷിൺ ഭാരത് കെ ഥേ, ദക്ഷിണേന്ത്യയിലത്തെ ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ പഠിച്ചിരുന്നു. ഉന്മേസെ ഏക്നെ കഹാ ഥാ, ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സ്കൂളിലെ ആൾക്കാർ ദക്ഷിണേന്ത്യക്കാരായിരുന്നു. അവർ പറയുമായിരുന്നു, രഹനെ കെ ലിയെ കണ്ണൂർ ബഹുത് അച്ചി ജഗഹ് ഹെ, കണ്ണൂർ വളരെ നല്ല സ്ഥലമാണ് എന്ന് ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ ഫോർട്ടൊക്കെ ഉണ്ട്, കടൽ തീരത്തോടെ ചേർന്ന് കിടക്കുന്ന, നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ആ സ്ഥലം നല്ലതാ പറഞ്ഞു. एक और का कहना था कि मैं एक बार कोल्लम पहुंच जाऊं तो वहां से और कहीं जाने को मेरा मन नहीं होगा. एक ने कहा, വേറൊരാൾ പറഞ്ഞെന്താ, एक बार കൊല്ലം पहुंच जाऊं तो, ഒരു തവണ നിങ്ങൾ കൊല്ലത്ത് എത്തിച്ചേർന്നാൽ വഹാ സെ കഹീ ജാനെ കാ മേരാ മൻ നഹി ഹോ, പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള മനസ്സുണ്ടാവില്ല എന്ന്. കാരണം അത്രയും സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കൊല്ലം എന്ന്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ട എന്ന്. ഇല്ലം മീൻസ് വീട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു അന്തരീക്ഷമാണ് കൊല്ലത്ത് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं है. ഡൽഹിയിലുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ, ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞെന്താ, പശ്ചിമി സമുദ്ര തട്ട് പർ, പശ്ചിമ സമുദ്ര തീരത്ത് ഗോവ സെ സുന്ദർ ദൂസരി ജഗ നഹീം ഹെ, ഗോവയേക്കാളും വേറെ ഒരു സ്ഥലം, വേറെ ഒരു സുന്ദരമായ സ്ഥലം വേറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വഹാ ഖുലാ സമുദ്ര തട്ട് ഹെ, ഏക് ആദിം സ്പർശ് ലിയേ പ്രകൃതി രമണീയത ഹെ और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसों में प्राप्त हो सकती है. പിന്നെ പറഞ്ഞു, എന്തുകൊണ്ടാ ഗോവ നല്ലതാൻ പറഞ്ഞേ, വഹാ ഖുലാ സമുദ്ര തട്ട് ഹെ, വിശാലമായ സമുദ്രതീരമാണ്, വലിയ സമുദ്രതീരമാണ് അവിടെ. ഏക് ആദ്യം സ്പർശ് ലിയേ പ്രകൃതി രമണീയ ഹെ, ആദ്യം പറഞ്ഞാൽ ഒരു ദൈവീകത നിറഞ്ഞ, ഒരു ഏറ്റവും കാണാനായിട്ട് രമണീയതയുള്ള ഒരു പ്രകൃതി രമണീയതയുള്ള ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയ അത്രയും നല്ല ഒരു സ്ഥലമാണത്. സബ്സേ ബഡി ബാത് യഹ് ഹെ കി, ഏറ്റവും രസകരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്താ, ജീവൻ ബഹുത് സസ്താഹെ, ജീവിതം എന്ന് പറഞ്ഞത് നൈമിഷികമാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പിശുക്കിയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसों में प्राप्त हो सकती है. താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഹർ സുവിധ, എല്ലാ സൗകര്യങ്ങളും വഹാ തോടേ പേസോമേ, കുറച്ചു പൈസയിൽ അവിടെ ലഭിക്കും. അപ്പോൾ സുഖമായിട്ട് താമസിക്കാമെന്ന് മാത്രമല്ല, എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അത് എന്ന് പറഞ്ഞു. മേരെ ലിയേ സബി ജഗഹയും അപരിചിത് ഥി,
इसलिए मुझे सभी में आकर्षण लग रही थी. മേരയിലെ സബി ജഗയും എന്നെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞ കൊല്ലമാണെങ്കിലും കൊച്ചിയാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും കൊച്ചി കണ്ണൂർ മംഗ്ലൂർ ഗോവ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും അപരിചിത് थी. इसलिए मुझे सभी में आकर्षण लग रहा था. എല്ലാത്തിനോടും ഒരു ആകർഷണം ഒരു താല്പര്യം എനിക്ക് തോന്നി. എല്ലായിടത്തും പോകണം അല്ലെങ്കിൽ എല്ലാം കാണണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെയും കുറിച്ച് എനിക്കറിയില്ല. അപ്പം ഈ കേട്ടുകേൾവിയുള്ളൂ, അതുകൊണ്ട് എല്ലാത്തിനോടും ഒരു താല്പര്യം തോന്നി പറയാണ്. ആലപ്പി കെ ബാക്ക് വാട്ടേഴ്സ് ഓർ നീൽഗിരി കി പഹാഡിയാം. കൂടാതെ വേറെ മനസ്സിൽ വന്നു എന്താ ബാക്ക് വാട്ടേഴ്സ്, ബോട്ട് യാത്രകളൊക്കെ ഉണ്ട് ആലപ്പിയിലെ ആലപ്പുഴയിലത്തെ. അതുപോലെ തന്നെ നീലഗിരി കി പഹാഡ്, നീലഗിരി മൗണ്ടൻസ് ഉണ്ട്, ഹിൽസ് കാണാൻ നല്ല ഇതാണ്. അപ്പോൾ നീലഗിരി കുന്നുകൾ, ഇതൊക്കെ എനിക്ക് ഒരേപോലെ താല്പര്യം തോന്നി. സബ്കെ പ്രതി മേരെ മൻമേ ഏക് സി ആത്മീയത ജാഗ്തി थी. ഇപ്പോൾ കടൽ തീരമാണെങ്കിലും പർവ്വത പ്രദേശമാണെങ്കിലും ബാക്ക് വാട്ടേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എല്ലാത്തിനോടും ആത്മീയത ജാഗ്തി थी. ഒരു പ്രത്യേക താല്പര്യം, ഒരു ആത്മീയ ബന്ധം തോന്നി. जैसे कि मेरा उन सब स्थानों से कभी का घनिष्ठ संबंध रहा हो. घनिष्ठ പറഞ്ഞാൽ അത്രയും അടുപ്പം. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളോടൊക്കെ എനിക്ക് വളരെ അടുപ്പം തോന്നി. എനിക്ക് തോന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളോടൊക്കെ എനിക്ക് വളരെ അടുപ്പം തോന്നിയ, അതായത് ഏറ്റവും നല്ല ഒരു ബന്ധമാണ് എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാ സ്ഥലങ്ങളോടും വലിയ താല്പര്യം, വളരെ അടുത്ത ബന്ധമായിട്ട് എനിക്ക് തോന്നി. सबसे अधिक ആത്മീയത കന്യാകുമാരി കെ തട്ട് കോ ലേക്കർ महसूस होती थी. പക്ഷേ ഏറ്റവും ആത്മീയമായിട്ടുള്ളൊരു ബന്ധം, ഒരു ആത്മീയത ഉണർന്നത് എവിടെ നിന്നായിരുന്നു? കന്യാകുമാരി കെ തട്ട് കോ ലേക്കർ, കന്യാകുമാരി തീരങ്ങൾ, തട്ട്മാർ തീരം, കന്യാകുമാരി തീരങ്ങളോടാണ് മെഹസൂസ് ഹോത്തി അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഏറ്റവും അടുപ്പം തോന്നിയത് കന്യാകുമാരിയോടായിരുന്നു പറഞ്ഞു. परंतु एक घने शहर की छोटी सी तंगली में पैदा हुए व्यक्ति के लिए उस विस्तार के प्रति ऐसा आत्मीयता का अनुभव करने का आधार क्या हो सकता था? केवल विपरीत का आकर्षण. परंतु एक घने शहर की, घने പറഞ്ഞ തിക്കും തിരക്കും നിറഞ്ഞ ഒരു പട്ടണത്തിൽ, വലിയ ഒരു പട്ടണം, ഷഹർ പട്ടണം, ഒരു നഗരത്തിൽ, ചോട്ടി സി തങ്കലിമേ, ചെറിയ ഇടുങ്ങിയ ഒരു തെരുവിൽ ജനിച്ച വ്യക്തിക്ക് ഉസ് വിസ്താർ കെ പ്രതി, അപ്പോൾ തങ്ക് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ, ചോട്ടി ചെറുത്, ഗലി തെരുവ്. അപ്പോൾ ചെറിയ ഇടുങ്ങിയ ഒരു തെരുവിൽ ജീവിച്ച എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഉസ് വിസ്താർ കെ പ്രതി, ആ വിശാലതയെ, ആ സമുദ്രത്തിൻ്റെ വലിയ വലിപ്പത്തെ, ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था? ആ വലിയ സ്ഥലത്തിനോട് ഒരു ആത്മീയ ബന്ധം തോന്നുന്നു എന്ന് പറഞ്ഞതിന് എന്തായിരിക്കാം അടിസ്ഥാനം? കേവൽ വിപരീത ആകർഷൺ, ഒരു ഓപ്പോസിറ്റ് ആകർഷണം, ഒരു വിപരീത ആകർഷണമാണോ എനിക്കതിനോട് എന്ന് ഞാൻ ചിന്തിച്ചു പറയാണ്. അതായത് ഇടുങ്ങി ജീവിച്ചത് കൊണ്ട് അതിൽ നിന്നും മാറി ഒരു വലിയൊരു സ്ഥലത്ത് എത്തുവാനുള്ളൊരു താല്പര്യം ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പറയാണ്. घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूँगा. घर से चलते समय, അങ്ങനെ ഞാൻ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. പുറപ്പെടുമ്പോൾ കുച്ച് നിശ്ചയ നഹീ था, എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. കബ് എപ്പോൾ, കഹാം എവിടെ, കിത്തനെ ദിൻ എത്ര ദിവസം, രഹൂങ്ക താമസിക്കും. അപ്പോൾ എവിടേക്കാ പോണേ, എത്ര ദിവസം താമസിക്കണം, എങ്ങനെ, ഒന്നും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. हाँ, चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होता हुआ गोवा चला जाऊंगा. पहले सीधे कन्याकुमारी न जाकर, പക്ഷെ ഞാൻ ഒന്ന് തീരുമാനിച്ചിരുന്നു, സീതേ കന്യാകുമാരി ജാക്കർ, എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് കന്യാകുമാരിയാണ് എങ്കിലും ഞാൻ കന്യാകുമാരിയിലേക്ക് അല്ലാതെ ബംബൈ ഹോത്താ ഹുവ, ബോംബെയിലേക്ക് ചെന്ന്, ഗോവ ചലാ ജാവുങ്ക, ബോംബെയിലെത്തി ബോംബെയിൽ നിന്നും ഗോവയിലേക്ക് പോകാം. അവർ വഹാസെ കന്യാകുമാരിക്ക് ഓർ യാത്ര പ്രാരംഭ കരുമ്പ, അതിനുശേഷം ഞാൻ കന്യാകുമാരിയിലേക്ക് യാത്ര ആരംഭിക്കാം. അപ്പം നേരെ ബോംബെയിലേക്കും, ബോംബെയിൽ നിന്നും ഗോവയിലേക്കും, ഗോവയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിലേക്കും വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. इसलिए चाहता था कि മേരി യാത്ര കാ അന്തിം പടാവ് കന്യാകുമാരി ഹോ. ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഏറ്റവും അവസാനത്തെ താവളം, ഞാൻ ഏറ്റവും അവസാനം യാത്ര അവസാനിപ്പിക്കേണ്ടത് കന്യാകുമാരിയിലാണ്, എൻ്റെ അവസാന താവളം കന്യാകുമാരി ആകണം എന്ന്
ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് കന്യാകുമാരിയിലേക്ക് അവസാനം എത്തിച്ചേരാം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കണം. പഠിക്കുക മാത്രമല്ല, വായിക്കുക. കാരണം പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു പാഠഭാഗം കൂടിയാണിത്. അതുകൊണ്ടാണ് പറയണത്, നന്നായി മനസ്സിലാക്കിയാൽ എളുപ്പമാണിത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ വായിക്കുക, ഇതിൽ തരുന്ന മീനിങ്സ് ഒക്കെ എഴുതിയെടുക്കുക. സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. ഉത്തരങ്ങൾ ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.